ഇവിടെ തുടങ്ങിയ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വെറും 20 രൂപയ്ക്ക് ഒരു ദിവസം ചെയ്യാവുന്ന ഒരു യാത്ര. കുട്ടനാട്ടിലെ അതിമനോഹരമായ കാഴ്ചകളും പിന്നെ ആളുകൾ ഒഴിഞ്ഞുപോയ പ്രേതഭവനങ്ങളെന്ന് തോന്നിക്കുന്ന ആ തകർന്ന വീടുകളും നിറഞ്ഞ ഈ തുരുത്തും. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10,000 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങളുടെ ഹോണ്ട അമേസ് 3ാമത്തെ സർവീസിനായിട്ട് വന്നതാണ്. രാവിലെ ഇപ്പോൾ വണ്ടി അവിടെ ഏൽപ്പിച്ചു. ഈ സർവീസ് ചെയ്ത് കിട്ടണമെങ്കിൽ വൈകുന്നേരമാവും. അപ്പോൾ നമുക്ക് ചെറിയ ചിലവിൽ പോകാവുന്ന ഒരു ദിവസത്തെ ഒരു യാത്ര ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ യാത്ര നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് കോടിമത ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ബോട്ടിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. നമ്മൾ കയറിയപ്പോൾ സീറ്റുകളൊക്കെ തന്നെയും കാലിയായിരുന്നു. എന്നാലിപ്പോൾ ബോട്ട് പോകാറായപ്പോൾ സീറ്റുകളെല്ലാം തന്നെ ഫില്ലായിട്ടുണ്ട്. യാത്രക്കാരിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റുകൾ തന്നെയാണെന്ന് തോന്നുന്നു. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ദിവസവും 5 ട്രിപ്പാണ് ബോട്ട് സർവീസ് ഉള്ളത്. രാവിലെ 6:45, 11:30, ഉച്ചയ്ക്ക് 1 മണിക്ക്, 3:30, 5:15. ആലപ്പുഴയിൽ നിന്ന് അതുപോലെ തന്നെ 5 സർവീസുണ്ട്. രാവിലെ 7:30, 9:30, പിന്നെ 11:30, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2:30, വൈകിട്ട് 5:15. ആലപ്പുഴ 72. ഈ കാണുന്നതാണ് നാട്ടകം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ. കനാലുകൾ, കായലുകൾ കൂടാതെ റോഡ് മാർഗവും കൊച്ചിയിലേക്ക് ഇവിടെ നിന്ന് സ്പോട്ട് കാർഗോ സൗകര്യം ലഭ്യമാണ്. ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനലാണ് ഈ കോട്ടയത്തുള്ള ഈ കണ്ടെയ്നർ ടെർമിനൽ. അടുത്തൂടെ കടന്നുപോയ ആ ബോട്ട് എന്താ പെട്ടെന്ന് പുറകോട്ട് തിരിച്ച് ഓടി വരുന്നത്? എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓടിക്കൊണ്ടിരുന്ന ബോട്ടിൽ നിന്ന് ആളെ ഇറക്കി കയറ്റുവാൻ തോന്നുന്നു ഇതിലേക്ക്. അധികം ബോട്ട് യാത്ര ചെയ്യാത്തതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെ. ഞങ്ങൾ 18 രൂപ കൊടുത്ത് ആലപ്പുഴയ്ക്കാണ് ടിക്കറ്റ് എടുത്തെങ്കിലും ഇടയ്ക്ക് ആർ ബ്ലോക്കിൽ ബോട്ട് നിർത്തിയപ്പോൾ ഞങ്ങളിവിടെ അങ്ങ് ഇറങ്ങി. ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു തുരുത്താണ്, അതിമനോഹരമായ തുരുത്ത്. മുമ്പ് ജനവാസമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാൽ ഇവിടുത്തെ ബണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന പമ്പുകളൊക്കെ കേടായത് മൂലം വെള്ളം കയറിയും ജനങ്ങളൊക്കെ താമസമൊക്കെ ഒഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ തരുന്ന 2 ഷോപ്പുകളാണുള്ളത് ഇവിടെ. 1400 ഏക്കർ വരുന്ന ഈ സ്ഥലം മുൻപ് കായലിൽ മണ്ണിട്ട് ഉയർത്തി ഉണ്ടാക്കിയെടുത്തതാണ്. ബണ്ട് കെട്ടിയും 28-ലധികം വരുന്ന മോട്ടോറുകൾ സ്ഥാപിച്ചും ഇവിടേക്ക് വെള്ളം പ്രവേശിക്കുന്നത് സംരക്ഷിച്ചു പോരുന്നു. മുമ്പ് ഇതായിരുന്നു ആർ ബ്ലോക്ക്. എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ആളുകൾ വീടൊഴിഞ്ഞു പോയി. എവിടെയും വെള്ളം മാത്രം. നമ്മൾ പല സ്ഥലങ്ങളിലും ആൾതാമസമില്ലാത്ത വീടുകളൊക്കെ ഉള്ളിടങ്ങളെ ഹോണ്ടഡ് പ്ലേസ് എന്ന് പറയാറില്ലേ? എന്ന് പറഞ്ഞാൽ തന്നെ ഇതും അതേ അവസ്ഥയാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് ആരും താമസമില്ല. ഒക്കെ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ തന്നെ. ഇതായി കായ്ക്ക് നോക്കിയൊരു പ്രത്യേക ഷേപ്പ്.
കണ്ടോ, എന്ത് മരത്തിൻ്റെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല. 2 മാങ്ങകൾ കൂടി ചേർന്ന പോലെയൊക്കെ ഇരിക്കുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നടക്കേണ്ടത്. ഒരു ആമയെ കാണാം, അല്ലേ, തലയൊക്കെ നീട്ടി കായലിൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് ആമ. വളരെ അടുത്ത്. മുൻപ് ഇവിടുത്തെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി പറ്റിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന പമ്പ് സെറ്റുകളിൽ ഒന്നാണിത്. അതിലൊരു ഇതിലെ മോട്ടറൊക്കെ അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആകെ ഇവിടുത്തെ പൈപ്പ് മാത്രം നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള 28ഓളം പമ്പ് സെറ്റുകൾ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അല്ലേ, ഇവിടുന്ന് വന്നിട്ട് നമുക്ക് കായലിലേക്ക് വെള്ളം അടിച്ചു വിടാൻ വേണ്ടി ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. പൈപ്പ് മുമ്പ് ഇവിടെ വളരെയധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഈ തുരുത്തിലേക്ക്, ഇവിടുത്തെ ബോട്ട് ചട്ടിയിലേക്ക് ഇപ്പം ടൂറിസ്റ്റുകൾ മാത്രമാണ് എത്തുക. ഇതാണ് ഇവിടുത്തെ ബോട്ട് ചട്ടി. ഒഴിഞ്ഞു പോയ 6 ബ്ലോക്കിൽ നിന്നും അടുത്ത ബോട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 3:30ക്കാണ് ബോട്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം 4 മണിയായി, ഇതുവരെ ബോട്ട് എത്തിയിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം. കോട്ടയത്ത് നിന്ന് ചെറിയ ചിലവിൽ യാത്ര ചെയ്യാനും ഒരു ദിവസം ആസ്വദിക്കാനും പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് 6 ബ്ലോക്ക് എന്ന് തന്നെ പറയാം. യാതൊരുവിധ ജനത്തിരക്കും ഇല്ലാതെ തീർത്തും ശാന്തമായി ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് പോകാനുള്ള ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൈ നീട്ടുന്നുണ്ട് ആ ബോട്ട് നിർത്താൻ വേണ്ടിയിട്ട്. കോട്ടയത്ത് നിന്ന് രാവിലെ 11:30ക്കുള്ള ബോട്ടിനാണ് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 6 ബ്ലോക്കിലെത്തി. ഇവിടെ വന്നിറങ്ങി എന്തായാലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു.